പൊതുജനത്തിന് ഭീഷണിയായി ആലത്തൂർ താലൂക്ക് ഓഫീസ് അങ്കണത്തിലെ രജിസ്റ്റർ ഓഫീസിലെ വിശ്രമമുറി ശോചനീയാവസ്ഥയിൽ. ആലത്തൂർ രജിസ്റ്റർ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ വിശ്രമമുറി തകർന്ന് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലായി. ചുമരുകൾ വിണ്ടുകീറി നിൽക്കുന്നത് രജിസ്ട്രേഷൻ ആവശ്യത്തിനും മറ്റുമായി എത്തുന്നവർക്ക് പേടി സ്വപ്നമായിരിക്കുകയാണ്. നിരവധി ഉപഭോക്താക്കളാണ് ഇവിടെ നിത്യവും എത്തുന്നത്. ഇവർക്ക് വിശ്രമമുറിയോട് ചേർന്ന ശുചിമുറി ഉണ്ടെങ്കിലും അത് അടഞ്ഞുകിടക്കുകയാണ്. അന്യജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരെ ആളുകൾ ഓഫീസ് ആവശ്യത്തിനിവിടെ എത്തുന്നുണ്ട്. പലരും പുറത്തു നിൽക്കേണ്ട അവസ്ഥയിലാണ്. പുതിയ വിശ്രമമുറി നിർമ്മിക്കുകയോ നിലവിലുള്ളത് പുതുക്കി പണിയുകയോ ചെയ്യണമെന്ന് താലൂക്ക് വികസന സമിതി അംഗം എൻ അമീർ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് സമിതിയിൽ പരാതി നൽകിയതായി അമീർ പറഞ്ഞു. താലൂക്കിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഈ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ സർക്കാർ മാത്രമല്ല, ഇവിടുത്തെ ഓഫീസർമാർ വിചാരിച്ചാലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതിനോട് ചേർന്ന രജിസ്ട്രേഷൻ ഓഫീസ്, താലൂക്ക് രജിസ്ട്രാർ ഓഫീസ്, അതിനകത്തുള്ള വിശ്രമമുറിയും അതിനോട് ചേർന്നുള്ള യൂറിൻ ഷെഡും വളരെ കാലമായി അങ്ങനെ കിടക്കുകയാണ്. അത് റിപ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ താലൂക്ക് വികസന യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ചില നടപടിക്രമം നീങ്ങുന്നുണ്ടെങ്കിലും ചെറിയൊരു എമൗണ്ട് ചിലവ് ചെയ്ത് ഇവിടുത്തെ ഓഫീസർമാർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എല്ലാം സർക്കാരിനെ തന്നെ പ്രതീക്ഷിക്കാതെ ചിലവ് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് ഇവിടെ വരുന്ന ഈ കഷ്ടപ്പെടി വരുന്ന ഒട്ടനവധി ഉൾപ്പെടെ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ തമിഴ്നാട് വന്നവരാണ്. അവർ നമുക്ക് പോണ പോക്കിൽ വഴിയിൽ എവിടെയെങ്കിലും ട്രാവലിങ്ങിൽ ഉപയോഗപ്പെടുത്താൻ അതിന് പോലും സൗകര്യമില്ലാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ്. അതൊരു ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൻ്റെ അവരുടെ തെറ്റായ നടപടിയാണ്. അതിനാവശ്യമായ താലൂക്ക് സെൻറ്ററിൽ ആവശ്യമായ നടപടി ഉണ്ടാകണം. വളരെ കാലമായി കിടക്കുന്ന ഈ ACB ഇവിടുന്ന് മാറ്റി ഇതിൻ്റെ പരിസരം വൃത്തിയാക്കി സർക്കാരിൻ്റെ നല്ല നടപടിയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പലതും ചെയ്യാൻ കഴിയും. പക്ഷേ അതിന് ഉദ്യോഗസ്ഥന്മാർ മുൻകൈ എടുത്തായിരിക്കണം. UTV ന്യൂസ്, പാലക്കാട്.